സുഹൃത്തുക്കളെ, വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ കേരളീയർ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് കാരണം ഇപ്പോൾ നടക്കുന്ന ഗ്ലോബൽ മീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ സമ്മിറ്റിൽ 3 പ്രധാനപ്പെട്ട പാർട്ടികൾ ഒരുമിച്ചൊരു വേദിയിൽ വരികയാണ്. നമ്മുടെ മുഖ്യമന്ത്രി വരുന്നു, പ്രതിപക്ഷ നേതാവ് വരുന്നു, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയും വരുന്നു. മൂന്ന് പാർട്ടിയാണ്. പരസ്പരം പൊരുത്തപ്പെടുക ആശയാദർശങ്ങളുമായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിക്കുന്നതാണ്. മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം CPM-ൻ്റെ ആളാണ്. മറ്റൊരാൾ കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ BJP-യുടെ ആളാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റേതാണ്. ഇവർ 3 കൂട്ടരും പറയുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ, കേരളത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് സഹായിക്കുമെന്നാണ്. അതിൽ നമ്മുടെ കേന്ദ്രമന്ത്രി പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഉറപ്പാക്കുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത്. 3 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം തുകയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കത് എന്തെന്നാ അത്യാഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ ചെയ്യുമോ അവർ? ചെയ്യുമായിരിക്കും. അവരെന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? ഒരു വേദിയിൽ അവർ പറയുകയല്ലേ. മറ്റൊന്ന്, അതിന് പുറമെ 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. അത് മറ്റൊരു മാറ്റമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതിന് പുറമെയാണ് ഈ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. പിന്നെ നമ്മുടെ അദാനി പറയുന്നത് എന്താണെന്നറിയാമോ? അദാനി പറയുന്നത് താൻ 30,000 കോടി രൂപ ഇവിടെ നിക്ഷേപിക്കുമെന്നാണ്. അപ്പോൾ 30,000 കോടി, 50,000 കോടി, പിന്നെ 1 ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളം എങ്ങനെ മാറിപ്പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളം ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന്. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. താൻ ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം തൻ്റെ കഴിവ് പ്രദർശിപ്പിച്ചിട്ടുള്ള, കഴിവ് കാണിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ വ്യവസായ മന്ത്രിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന P. രാജീവ്. അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടവിടെ മികച്ചു നിന്നു. മറ്റൊന്ന്, അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയച്ചിരുന്നു. പാർലമെൻറ്റിൽ രാജ്യസഭയിലേ പോകാൻ പറ്റൂ. ഇപ്പോൾ രാജ്യസഭയിൽ ചെന്നപ്പോൾ രാജ്യസഭയിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ചും മനസ്സിലാക്കിയും ഒക്കെയാണ് പ്രസംഗിച്ചിരുന്നത്. അത് രാജ്യസഭയിൽ അക്കാലത്തുണ്ടായിരുന്ന എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടേം അവസാനിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് പറഞ്ഞത് രാജീവിനെ ഒരു ടേം കൂടി ഇങ്ങോട്ടേക്ക് അയക്കണമെന്ന്. അത്രയ്ക്ക് മിടുക്കനായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. അപ്പം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പോൾ വ്യവസായ മന്ത്രി ആയിരുന്നിട്ടോ വളരെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തന്നെ ഒരു ചെറിയ അനുഭവമുണ്ട്, ഞാനത് പറയാനിരിക്കുന്നില്ല. എന്ന് പറഞ്ഞൊരു വ്യവസായ തുടങ്ങുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ സ്ഥലത്തിന് വേണ്ടി അപേക്ഷിച്ചു, ഇതുവരെ ആയിട്ടില്ല. ഇവിടെ ഒരു ഇൻഫോ പാർക്കല്ല, പള്ളിപ്പുറം ഇൻഫോ പാർക്കിൽ എനിക്കൊരു ഫാക്ടറി തുടങ്ങണം, എനിക്ക് അറിയാവുന്നൊരു കാര്യമാണെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്തൊരു അത്ഭുതം. അപ്പോൾ അവൻ എൻജിനീയറിംഗാണ് പാസ്സായിരിക്കുന്നത്. എന്താണ് അപേക്ഷിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് കട്ടകൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കളയണ പ്ലാസ്റ്റിക്കാണ്, കട്ടകൾ ഉണ്ടാക്കിയിട്ട് മുറ്റത്തൊക്കെ നിരത്താൻ പറ്റും എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഇതിനെന്താ തടസ്സം എന്താണത്? ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളത്തുള്ളൊരു ഓഫീസിലിരിക്കുകയാണ് എൻ്റെ പേപ്പറുകൾ. ഇതുവരെ ഒരു സ്ഥലം നോക്കുന്നില്ല, സ്ഥലം അനുവദിച്ചു തരുന്നില്ല എന്നെല്ലാം പറഞ്ഞു. ഞാനിത് നിർത്താൻ പോവുകയാണെന്നാണ് പയ്യൻ പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഉടനെ തന്നെ P. രാജീവിൻ്റെ
ഓഫീസിലേക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫോണിൽ വിളിച്ചപ്പോൾ മറ്റൊരാളാണ് അറ്റൻഡ് ചെയ്തത്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇവിടെ ഇല്ല, വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എൻ്റെ പേരും നമ്പരും എല്ലാം കുറിച്ചെടുത്തു. എന്തൊരത്ഭുതം! അദ്ദേഹം വന്നുടനെ എന്നെ വിളിച്ചു. ഞാനും അദ്ദേഹമായിട്ട് യാതൊരു പരിചയമില്ല. ഞാൻ കാര്യം പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഇത് അനുവദിക്കേണ്ട ഉദ്യോഗസ്ഥ അവിടെ വന്നു, സ്ഥലത്ത് വന്ന് അതിൻ്റെ പിറ്റേ ദിവസം അളവുകാരനെ കൊണ്ടുവന്ന് അളപ്പിക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. സ്ഥലം കിട്ടിയെന്ന് മാത്രമല്ല, പയ്യന് വളരെ ആഹ്ലാദവുമായി. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അദ്ദേഹം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനും അതുപോലെ പ്രവർത്തിപ്പിക്കാനും അദ്ദേഹത്തിന് അറിയാമെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇരിക്കട്ടെ, ഏതായാലും ഈ സമ്മിറ്റ് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി കൂട്ടായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ദുഷ്പേരുണ്ട്. ദുഷ്പേരെന്താ വെച്ചാൽ കേരളം ഒരു കാരണവശാലും ഒരു ഫാക്ടറിയെയും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ കേട്ട് തഴമ്പിച്ചിരിക്കുകയാണ്. കുറേയൊക്കെ ശരിയുമാണ്. കാരണം തൊഴിലില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ മുതലാളി വെച്ചിരിക്കുന്ന ഫാക്ടറിയുടെ മുമ്പിൽ കൊടി പിടിച്ച് തൊഴിലാളികൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇന്നതൊക്കെ മാറി, കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോവുകയാണ്. എല്ലാം ഓൺലൈനായപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതായി. ചുവപ്പ് നാട എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ ഓൺലൈൻ നാട ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതൊക്കെ നടത്തിക്കുമെങ്കിൽ തീർച്ചയായും കേരളം ഇന്ത്യയിലെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുക തന്നെ ചെയ്യും.